സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക തന്നെ അംഗീകരിക്കാത്തതിൻ്റെ വിഷമം താങ്ങാനാവാതെ ശ്യാമ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുവാണ്. തൻ്റെ പ്രിയപ്പെട്ട അഖിൽ സാറിൻ്റെ അരികിലേക്കുള്ള യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിറങ്ങുകൊണ്ടോ ശ്യാമ. അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് സ്വത്തുക്കളെല്ലാം രാധികയുടെ പേരിലാക്കുകയും തനിക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്തിട്ട് ശ്യാമ അമൃതയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നാൽ അമൃതയാണെങ്കിൽ ശ്യാമ വിടില്ല. ഇല്ല ശ്യാമ, ഞാൻ ഇങ്ങോട്ടും വിടില്ല, ഞാനും വരും. എൻ്റെ ശ്യാമ അങ്ങനെ തനിച്ച് വിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ സമയം ശ്യാമക്കാണെങ്കിൽ അമൃതയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ശ്യാമ അമൃതയുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് കാറിൽ കയറി അവിടെ നിന്നും പോകുന്നുണ്ടോ. ഈ സമയം അമൃതയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ്. ഉടനെ തന്നെ ഫോൺ എടുത്ത് രാധികേനെ വരണിനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം വരണൻ രാധികയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് റെഡിയായി നിൽക്കുക. അന്നേരം ഒരിക്കും അമൃത മാഡം വരണിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അത് കേട്ടിട്ട് വരൺ പറയണേ, ദേ അമൃത മാഡം വിളിക്കുന്നത്, എന്താണെങ്കിലും നമ്മുടെ പ്ലാനിനെ കുറിച്ച് മാഡത്തോടും കൂടി ഒന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഫോൺ സ്പീക്കറിലിടുക. ഈ സമയം അമൃത ടെൻഷനോട് പറയണേ, വരുൺ ആകെ പ്രശ്നമായി. ശ്യാമ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇന്നലെ മുതൽ. മോള് ശ്യാമയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ശ്യാമയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കാരണം ശ്യാമ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോഴത്തെ എന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ നിന്ന് എങ്ങോട്ട് എവിടേക്കാണെന്നൊന്നും പറയാതെ ഒറ്റയ്ക്ക് യാത്ര പോയിരിക്കുവാണ്. ഇന്നലെ തന്നെ രാത്രി വക്കീലിനെ വിളിച്ചു വരുത്തി സ്വത്തുക്കളെല്ലാം മോളുടെ പേരിലാക്കി വെച്ചു. പിന്നെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തീർക്കുമായിരുന്നു. എനിക്കാകെ പേടിയാകുന്നു വരും. ശ്യാമ എന്തോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ശ്യാമയുടെ യാത്ര അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അമൃത മാഡം, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എങ്ങോട്ടാണ് പോയത്? ഞാനും വരണം കൂടി അമ്മയെ കാണാനായിട്ട് വരുമായിരുന്നു. എൻ്റെ അമ്മയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അമ്മയുടെ മകളായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അത് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞ് അമ്മയുടെ സന്തോഷം കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ ഭഗവാനെ എന്തിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാധിക വല്ലാതെ സങ്കടപ്പെടുവാണ്ടോ. ഈ സമയം അമൃത പറയണേ, മോളെ രാധികെ, നീ ശ്യാമയെ അമ്മയായിട്ട് അംഗീകരിക്കില്ല എന്നൊരു തോന്നൽ മാത്രം മതി ശ്യാമക്ക് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ. അതാ എൻ്റെ പേടി. അന്നേരം വരൺ പറയണേ, മേഡം ടെൻഷൻ ആവാതിരിക്കെ, ഞങ്ങൾ ശ്യാമ മേഡത്തെ കണ്ടെത്തിയിരിക്കും. പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും നാളും ഭഗവാൻ പരീക്ഷിച്ചതല്ലേ ഈ അമ്മേനെ മോളെ. ഇനിയും അത് അങ്ങനെ ഇവരെ പരീക്ഷിക്കാനായിട്ട് ഇവരിത്രയും വിശ്വസിക്കുന്ന ഭഗവാനെ കൊണ്ടാവില്ല. ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിറങ്ങുവാണ്. ശരി വരും, ഞാനും എനിക്കറിയാവുന്ന സ്ഥലത്തൊക്കെ തരാം. അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ വല്ലാത്ത ടെൻഷനാകുക. എന്ത് വിധിയാണ് എനിക്ക്. ഇത്രയും നാളും അമ്മ ആരാന്നറിയില്ലായിരുന്നു. ഇപ്പോൾ അമ്മയെ കണ്ടുകിട്ടിയപ്പോൾ ഞാനായിട്ട് തന്നെ എൻ്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞില്ലേ വരും എന്നും പറഞ്ഞ് രാധിക സങ്കടപ്പെടുക. അന്നേരം വരുൺ പറയണേ, ഇവിടെ താൻ വിഷമിക്കാതിരിക്കെ, തൻ്റെ അമ്മയെ നമ്മൾ കണ്ടെത്തിയിരിക്കും, താൻ വേഗം വാ. അങ്ങനെ പറഞ്ഞ വരുണും രാധികയും ശ്യാമയെ അന്വേഷിച്ചിറങ്ങുവാണ്. ഇതേസമയം ശ്യാമയാണെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിലെത്തുവാണ്ടോ. ശ്യാമയെ കാണുന്നതും കുറേ പേര് അരികിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. അങ്ങനെ ശ്യാമ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുവാണ്. ആ പാട്ടിൽ ലയിച്ച് നിൽക്കുവാണ് ചുറ്റുമുള്ള എല്ലാവരും. അങ്ങനെ പാട്ടൊക്കെ പാടി പൂർത്തിയായതിനു ശേഷം ശ്യാമ തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ആ കുപ്പിയുണ്ടല്ലോ, അതിൽ നിന്ന് ഗുളികയെടുത്ത് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഇതേ സമയത്ത് തന്നെ വരുണിൻ്റെ അധികം ശ്യാമയുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ടെൻഷനോടുകൂടി ഓടി ഇറങ്ങുന്ന വരുണിനെയും രാധികേനെയും ഒക്കെ പ്രമുഖർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് തന്നെ കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്